എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചക്കവരട്ടി കൊണ്ടുള്ള ചക്കയടയാണ്. നല്ല സ്വാദാണ് കഴിക്കാൻ, അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെയധികം എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ചക്കവരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു അട ഉണ്ടാക്കി കഴിക്കാം. ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചക്ക അടയ്ക്ക് മെയിനായിട്ട് വേണ്ടത് ചക്കവരട്ടിയാണ്. ഇതിൽ 1 കപ്പ് ഉണ്ട്. അപ്പോൾ ചക്കവരട്ടിയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ചക്കയുടെ സീസൺ ആവണ സമയത്ത് നമുക്ക് ചക്കവരട്ടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പലതരം റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചക്കവരട്ടി ഫ്രിഡ്ജിലാണല്ലോ സൂക്ഷിക്കുക. അപ്പോൾ ഉണ്ടാക്കണതിന് കുറേ മുമ്പായിട്ട് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി റൂം ടെമ്പറേച്ചറിലാക്കിയ ശേഷം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 കപ്പ് ഞാനിവിടെ ഇടിയപ്പപ്പൊടിയാണ് എടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുത്ത് ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ഞാനിവിടെ 1/2 കപ്പ് കൂടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് 1 കപ്പാണ് അരിപ്പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള അളവൊന്നും നമുക്കിതിന് പറയാൻ പറ്റില്ല. ഞാൻ എടുത്തൊരു മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ്. 2 ശർക്കര ഒന്ന് അലിയിച്ചെടുത്തതാണ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ശർക്കര പാനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ എൻ്റെ ചക്കവരട്ടിയിൽ നല്ലോണം മധുരം ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ അധികം ശർക്കര എനിക്ക് ആവശ്യമായി വരില്ല. എന്നാലും ഞാനൊന്ന് ഇട്ടു എന്ന് മാത്രം, കറക്റ്റായിട്ടുള്ള ആ ഒരു മധുരം കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ശർക്കര വരട്ടിയിലൊക്കെ മധുരം ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ ശർക്കര ചേർക്കണത് കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്, ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ ഇല വാട്ടിയിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് അതിലേക്ക് നമ്മുടെ അടയുടെ മാവ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം നനച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് വളരെ നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. നല്ലോണം കട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. എപ്പോഴും അടയൊക്കെ നല്ല നൈസിൽ പരത്തിയെടുത്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു സ്വാദ് കിട്ടുക. അപ്പോൾ ഞാൻ നന്നായിട്ട് നൈസായിട്ട് പരത്തിയിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പരത്തിയെടുത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ചെയ്യുക, ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ തേങ്ങ ഒരു ഭാഗത്ത് ഫില്ല് ചെയ്തിട്ടും കൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് മടക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ടും വെച്ച് കൊടുത്തിട്ട് ഒരു 2-3 ഒരുപാട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വേവില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണമാണ് വെക്കണേ. അതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ അടയാളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയിൽനിന്ന് നമ്മുടെ അട വിട്ട് നിൽക്കും കേട്ടോ. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പാകം എന്ന് പറയണത്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ അടയും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ഇനിയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സ്വാദാണ് കേട്ടോ. ചക്കവരട്ടി ഇല്ലെങ്കിൽ പോലും നമുക്ക് ചക്ക വെച്ച് ഇതുപോലെ ചെയ്യാം. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ചക്കവരട്ടി കയ്യിലുള്ളവർക്ക് ഇതുപോലെ ചെയ്യാം. ഏത് സീസണിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ചക്ക വേണമെന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.